സമയം രാവിലെ 3 മണിയായി. ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. കിഷൻ ചേട്ടൻ എണീറ്റിട്ടില്ല. റെഡിയാ? അങ്ങനെ നമ്മളുടെ ജീപ്പൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. വേറെ ജീപ്പ് അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഗൈസ് ഇവിടെ വെച്ചാന്ന് തോന്നുന്നു നമ്മുടെ ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം എന്തോ എഴുതി കൊടുക്കണമെന്ന് തോന്നുന്നു. ഇവിടെ മിനിമം ഒരു 100 വണ്ടിയൊക്കെ ഡെയിലി മിനിമം കയറുന്ന പറയണേ. ഇവിടെ നമ്മളുടെ പേര് ഏജൊക്കെ എഴുതി കൊടുക്കണം. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. പാസ് കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ ഡ്രൈവർ ചേട്ടൻ. കുടജാതിരി ഇങ്ങനെയാണ്. കുടജാതിരിയും പോണം ഒരു ദിവസം. ജീപ്പ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഏതോ ഒരു വഴി നടന്നുകൊണ്ടിരിക്കുക. ചായയൊക്കെ കുടിച്ച് സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെളിച്ചം വന്നുണ്ടോ? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ. മറ്റേ പുലി ചാടുന്നത് കാണാനായിട്ട് ഇവിടെ നിന്ന് താഴേക്ക് പോണേ. സൺറൈസ് കാണാനായിട്ട് ഇവിടെ വന്നാൽ മതി. ഭയങ്കര തണുപ്പും തണുത്ത കാറ്റുമാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. നൈസ് ഉണ്ടായത് ഇവിടെ. കൂടുതൽ റിസ്ക് ഒന്നും എടുക്കാതേക്ക് ഇരിക്കുക. സൈഡിലേക്ക് ചെറുതായിട്ടൊക്കെ നീങ്ങിക്കുന്ന പാറയിലൊക്കെ കയറി ഇരിക്കണൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ നൈസ് സ്ഥലം ഇവിടെ വന്നിരിക്കാൻ. ഇതുണ്ടോ ജീപ്പ് ഇവിടെ വരെ വരുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യണേ. ഇതൊക്കെ ജീപ്പുകളാ. വ്യൂ ഉണ്ടോ? മിനിമം 100 ജീപ്പ് അല്ലേ? മിനിമം 100 ജീപ്പെങ്കിലും കയറുന്നു പറയണേ ഒരു ദിവസം. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഭയങ്കര സീസണാണ്. മുകളിൽ ഭയങ്കര തിരക്കായിരുന്നു മുകളിൽ. സൈഡിലേക്കുള്ള വ്യൂസ് കേട്ടോ നിങ്ങൾ. ஓட்டுறவங்க யாருமே 4 வீலர் டிரைவிங் ஓட்டுறது இல்லை. இந்த முன்னாடி போகிறது
അങ്ങനെ ഓഫ് റോഡിങ് കഴിഞ്ഞ് തിരിച്ച് ക്യാമ്പ് സൈറ്റിലെത്തിയ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അല്ല ഓൾമോസ്റ്റ് 4:30 കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഓഫ് റോഡ്. 8:30 പിന്നെ ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് വൈബ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. എനിക്ക് തോന്നുന്നു ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഫാമിലിക്കൊരു സ്പേസ്, ഇത് മറ്റേ എന്താ പറയുക മറ്റേ ബാച്ചിലേഴ്സിന് വേറെ എന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി വേറെ ടോയ്ലറ്റ് കാണിച്ചു തരാം. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, ഉണ്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ. ടെൻറ്റിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ ഫുള്ളടച്ച് ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങാം. അപ്പോൾ 1300 രൂപയാണ് ടെൻറ്റിൻ്റെ വില. പിന്നെ 400 രൂപയാണ് ജീപ്പ് ട്രക്കിങ് കൂടെ ഉണ്ടെങ്കിൽ, ട്രക്കിങ്ങിന് പോകണില്ലെങ്കിൽ 1300 കൊടുത്താൽ മതി. കൊള്ളാം. ഞാൻ എന്തായാലും ഇൻസ്റ്റ ID അതേപോലെ തന്നെ ബുക്ക് ചെയ്ത നമ്പറൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഈസ് വൈബ് വാലിയുടെ സ്വന്തം പട്ടി. അങ്ങനെ വൈബ് വാലിയോട് വീട് പറയാൻ നേരമായി. നല്ല കാറ്റാണ്ട, കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എൻ്റെ ആദ്യത്തെ ടെൻറ്റിങ് എക്സ്പീരിയൻസ് ആണ്. ബാക്കി എല്ലായിടത്തും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇവിടെ ഞങ്ങൾ 8:30 തിരിച്ചു വന്നിട്ട് ചുമ്മാ കിടന്ന് ഉറങ്ങിയതാട്ടോ ഇന്ന്. എണീക്കാൻ പറഞ്ഞു 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അപ്പോൾ ഞങ്ങൾ പിന്നെ കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കണ്ടോ, അവിടെ ഇങ്ങനെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തോരാന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. ചായ ഉണ്ട്, എല്ലാം ഉണ്ടായി. ഫുഡിൻ്റെ കേസിൽ ഇവിടെ എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ടോ. എന്തോരം വെള്ളം കഴിക്കാം, ഒരു ലിമിറ്റുമില്ല. കേട്ടാവൂല, നല്ല തണുപ്പത്തിരുന്നതാ. ബോട്ടിംഗ് പോയിന്റ് പോകണ്ടോ? നേരെ വിട്ടാലോ? ഓക്കെ, അപ്പം ഇനി നേരെ വീട്ടിലേക്ക് വിടുവാണ്. ഓക്കെ, വന്ന വഴിയാണോ അതോ പൂപ്പാറ റൂട്ടാണോ? നമുക്ക് അവിടെ തിരി നോക്കാം. മെയിൻ റോഡിൽ തിരി സ്റ്റാർട്ടാകും പോകുന്ന വണ്ടി. കേസ് എന്തോ ഇറങ്ങി പോണല്ലോ. ഓക്കേട്ടാ, ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഇവിടെ ഇച്ചിരി എന്താ വെളിച്ചമുണ്ടെങ്കിലും ഇവിടെ ചൂടില്ല. കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കുമെന്നാണ് ഞാൻ പറയണത്. 3 മണി സമയത്തൊക്കെ ഇറങ്ങിയാലും മതി കേട്ടോ. ഒരു 12 മണി ചെക്കൗട്ട് പറയുന്നുണ്ടെങ്കിലും ഇപ്പം ഞങ്ങൾ വേറെ 2-3 ചേട്ടന്മാരോട് വെച്ചപ്പോൾ അവർ 3 മണിക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് തിരക്ക് കുറവായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഒരുപാട് ടെൻ്റ് ഉണ്ട് അവിടെ, ഒരുപാട് ടെൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സെക്ഷൻ മാറ്റിയാണ്. കപ്പിൾസിന് വേറെ, ഫാമിലിക്ക് വേറെ, സോളോ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ. പിന്നെ എത്ര പേരാണ്, ഇപ്പം 3 ആണെങ്കിലും 5 ആണെങ്കിലും ഒന്നും ഇഷ്യൂ ഇല്ല. എത്ര എണ്ണത്തിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് അവർ ടെൻറ്റ് സെറ്റ് ചെയ്ത് തരുന്നതാണ് എൻ്റെ ഒരു ഇത്. ആകെ പിറ്റേ ദിവസം നമ്മൾ മറ്റേ ജീപ്പ് സഫാരി പോകുമ്പോൾ, കുളുക്കുമല ട്രക്കിങ് പോകുമ്പോൾ നമ്മൾ 6 പേരായിരിക്കും. ഇപ്പം നമ്മൾ 3 പേരാണെങ്കിൽ നമ്മളുടെ ഒപ്പം വേറെ 3 പേരുണ്ടാവും. അത് അവർ ആ സമയത്ത് സെറ്റ് ചെയ്ത് തരും. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമേ അല്ല. വന്ന് നിൽക്കുകയാണെങ്കിൽ ഓഫ് റോഡിങ് ഭയങ്കര ടഫാണ്. ഭയങ്കരമായിട്ട് വയറും എല്ലാം കുലുങ്ങും. ഇപ്പോൾ എനിക്ക് വീട്ടിൽ പോകുമ്പോൾ അറിയാം എന്തായാലും നീരൊക്കെ വീണ സീനാണോ എന്നൊക്കെ ഉള്ളതൊക്കെ അറിയാം. എന്നാലും അത് മിസ് ചെയ്യരുത് കേട്ടോ കൊടുക്കുമ്പോഴേ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇതാണ് സൂര്യനെല്ലി മാർക്കറ്റ്, അല്ല ടൗണ്. ഇവിടെ ആകെ ഒരൊറ്റ ഹോട്ടലുള്ളൂ, ശിവ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. വേറെ ഹോട്ടലൊന്നും കണ്ടില്ല കേട്ടോ.
ഇത് വണ്ടിയൊക്കെ അവിടെ അങ്ങനെ പാർക്ക് ചെയ്തിട്ട് അവിടെയാണ് ബോട്ടിങ്ങിൻ്റെ പെഡൽ ബോട്ടില്ലാന്ന് തോന്നുന്നു. മറ്റേ സ്പീഡ് ബോട്ടും ഫാമിലി ബോട്ടും മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. നോക്കാം. ഐസ് ആ ബോർഡൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിർത്തിയതാ. പറ്റിച്ച് ബോട്ടിങ് ക്ലോസ്ഡ് ആണെന്ന്. ബോട്ടിംഗ് ഒന്നുമില്ല. ഇനി ഇതേപോലെ ജീപ്പിൽ കൊണ്ടുപോയിട്ട് എക്കോ പോയിന്റ്, വ്യൂ പോയിന്റ്, എന്താണ്ടൊക്കെ വാട്ടർഫോൾ അത് ഇതൊക്കെ കാണിക്കുന്നു പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ചുമ്മാ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്തിനാ. ബോട്ടിംഗ് ഇല്ലാത്ത വിഷമം. 2 സോഡ സർബത്ത് കുടിച്ച് തീർക്കാന്ന് വിചാരിച്ചു. ഗൈസ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്യുവാണ്. ഗൈസ് അയ്യോ സ്റ്റാർട്ട് ആവുന്നില്ല. മറന്നുപോയാ ഓഫിയെ? ഇതാണ് കള്ളിമാലി വ്യൂ പോയിന്റ്. അടിമാലി എത്തിയിട്ട് നൈസായിട്ട് പൊറോട്ടയും ബീഫും കഴിക്കണം ഗൈസ്. ഗൈസ് അപ്പോൾ ഈ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. കിടിലം പൊറോട്ടയും ബീഫ് ആയിരുന്നു. അതാണ് അടിമാലി റൂട്ട്. അവിടെ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വണ്ടി ഇവിടെ വെച്ചു ഹോട്ടലിൽ കയറി കഴിച്ചു. തിരിയാനുള്ള സമയമായി. അങ്ങോട്ടാണ് പറവൂര്, ലെഫ്റ്റിലേക്ക് കൊച്ചി. വിടുമല്ലേ? അപ്പോൾ ഓക്കെ. അതെന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. LED ലൈറ്റ് കാണിച്ചോണ്ടോ നിങ്ങളെ? ഇതാണ് LED ലൈറ്റ്. അപ്പോൾ ഓക്കെ, എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.